ഓരോ മനുഷ്യരും ഓരോ പ്രപഞ്ചമായി രൂപപ്പെടാൻ ശ്രമിക്കുന്നു, അങ്ങനെ മനുഷ്യർ തമ്മിൽ അകലുന്നു എന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞു വച്ചതേ ഉള്ളൂ. ഇപ്പോൾ ഇതാ സംഭവിച്ചിരിക്കുന്നു. ഒരു ആൾദൈവത്തിൻ്റെ പേരിൽ 100 കണക്കിന് ദരിദ്ര നാരായണന്മാർ ചവിട്ടി അരയ്ക്കപ്പെട്ടിരിക്കുന്നു. അതും ഇന്ത്യയുടെ വടക്കേ ഇന്ത്യൻ സംസ്ഥാനമായ യു പി ഇന്ത്യക്ക് മാതൃകയാണ് എന്നും പറയപ്പെടുന്നു. തന്നെയുമല്ല, അവിടെ ഭരിക്കുന്നത് സന്യാസിയാണത്രേ. എന്താണ് അവിടെ സംഭവിക്കുന്നത്? വിദ്യാഭ്യാസം പാവപ്പെട്ട ജനങ്ങൾക്ക് കൊടുക്കാത്തത് കൊണ്ടല്ലേ ഇങ്ങനെ സംഭവിക്കുന്നത്? ദൈവം കൊടുക്കാത്ത ആനുകൂല്യങ്ങളും സൗകര്യങ്ങളും ഞാൻ നൽകുന്നു എന്ന് ആൾദൈവങ്ങൾ പറയുമ്പോൾ മനുഷ്യർ അവിടേക്ക് ഓടിപ്പാഞ്ഞെടുക്കുകയാണ്. അതല്ലേ അവിടെ സംഭവിക്കുന്നത്? അതിന് വളക്കൂറുള്ള ഈ കൊള്ള സംഘങ്ങൾക്ക് വളരാനുള്ള വളക്കൂറാണല്ലോ വടക്കേ ഇന്ത്യയിൽ ആകെ വ്യാപിച്ചു കൊണ്ടിരിക്കുന്നത്. നാം എന്താണ് മനസ്സിലാക്കേണ്ടത്? എന്താണ് വിദ്യാഭ്യാസം കൊണ്ട് മനുഷ്യന് കിട്ടേണ്ടത്? അവന് വേണ്ടത് അടിസ്ഥാന വിദ്യാഭ്യാസവും ഭക്ഷണവും പാർപ്പിടവും വസ്ത്രവുമാണല്ലോ നമ്മൾ എത്രയോ വട്ടം പറഞ്ഞു. പക്ഷേ അങ്ങനെ കൊടുത്താൽ അവർ എന്നും ദരിദ്ര നാരായണന്മാരായി തുടരുകയില്ലല്ലോ. ഇവർക്ക് പറ്റിക്കാനും കഴിയില്ലല്ലോ, അല്ലേ?